ഫാത്തിമയിലേക്ക് വരാം. ഫാത്തിമ, അബിൻ പറഞ്ഞ് നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം. ചരിത്രം അത് ചിലർ വരുമ്പോൾ വഴിമാറും. അതിപ്പോ MSFന്റെ ഒരു വനിതാ വിങ് ഹരിത വരുമ്പോൾ അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഫാത്തിമ, അതുപോലെ ഇപ്പോൾ യൂത്ത് ലീഗിന്റെയൊക്കെ ദേശീയ തലങ്ങളിൽ കാണുന്ന ഫാത്തിമ, ഇപ്പോൾ ഇതേ ലീഗിന്റെ ചരിത്രത്തിൽ അതൊരു വലിയ എന്താ പറയുക പോരാട്ടമാണെന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. കാരണം ലീഗിൽ നിന്ന് ഒരു വനിതാ മുഖം നിയമസഭയിലേക്ക് എത്തുന്നു. ചരിത്രം അങ്ങ് വഴിമാറിയല്ലേ ഫാത്തിമ? വലിയ സന്തോഷമുണ്ട് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പം. യഥാർത്ഥത്തിൽ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത്രയും കാലമായിട്ട് ഞാൻ ഓടി നടന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നൊന്നുമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീകളെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ചുറ്റുപാടിൽ നിന്നൊന്നുമല്ല ഞാൻ വരുന്നത്. അധ്വാനിക്കുക, ആത്മാർത്ഥമായിട്ട് വളരെ വിശ്വാസപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പരിപൂർണമായിട്ട് ചെയ്യുക. അന്നൊക്കെ ഇത്തരത്തിൽ സാമൂഹികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഉള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഇപ്പം കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് വരുമ്പോഴാണെങ്കിൽ, ഞാൻ പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു, അങ്ങനെയാണെങ്കിലൊക്കെ നമ്മൾ ഇടപെടുന്ന വിഷയം ഏതാണെങ്കിലും അതൊന്നും ചരിത്രം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലല്ലോ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് ഇങ്ങനെ ഒരു നിമിത്തമായി മാറി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അവർക്കത് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് എങ്കിൽ എനിക്ക് വലിയ സന്തോഷം. ഇപ്പൊ ഫാത്തിമ തെഹ്ലിയെ നമ്മുടെ റിപ്പോർട്ടർ TVയുടെ ഒരു ഇലക്ഷൻ പ്രോഗ്രാം റോൾ ക്യാമറ ഇലക്ഷനിലൂടെ ഞാനും ഷിഹാസും കീർത്തനയും നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. ആ പ്രചാരണത്തിൽ ഫാത്തിമ തെഹ്ലിയെ കാണാൻ റോഡരികിൽ എത്ര വനിതകൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോഴും കൂടെയുള്ള ചിലരോട്, അപ്പോൾ പ്രചാരണത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളോട് നമ്മൾ ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് സംഭവിക്കും പേരാമ്പ്രയിലെന്ന്. അപ്പോൾ അവർ പോലും സംശയത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, പേരാമ്പ്രയല്ലേ, നമുക്ക് കുറച്ചുകൂടി ടഫാണ് അത് നേടിയെടുക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടിയിട്ടില്ല, തുറന്നു പറയാലോ, ഞാൻ ഞെട്ടിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പലർക്കും ഒരു സംശയമായിരുന്നു, പേരാമ്പ്രയല്ലേ ജയിക്കുമോ, ഇനി എങ്ങനെ ജയിച്ചിട്ടില്ലെങ്കിൽ എന്താ, തോൽവി വക്കത്തായിരിക്കും എന്നുള്ള രൂപത്തിലൊക്കെ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. എന്നെ സമാധാനിപ്പിച്ച ആളുകളുണ്ട്. പിന്നെ നമ്മളൊരു മത്സരമാണല്ലോ, അപ്പം ജയവും പരാജയവും മുന്നിൽ കാണണമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച ആളുകളുണ്ട്. ഇപ്പം തുറന്ന് പറയാമല്ലോ, അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ചോദിച്ച ആളുകളോടൊക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ജയവും പരാജയവും ആയിരുന്നില്ല, അതിനേക്കാളും അപ്പുറത്തേക്ക് കഠിനാധ്വാനം ചെയ്യുക. എന്നെ ഒരു പാർട്ടി അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുമ്പോൾ ഞാൻ പോരാ, എൻ്റെ എഫേർട്ട് പോരാ, എനിക്ക് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള അവലോകനം ഒരിക്കലും വരരുത്. അതുകൊണ്ട് 100% ഒരു സമയം പോലും കളയാതെ ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ ആ സമയങ്ങളിൽ ഉദ്ദേശിച്ചത്. ജയവും പരാജയവും ഒരുപക്ഷെ എൻ്റെ കയ്യിൽ പോലും അല്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആളുകളോട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ സൂപ്പർ പവർ ലാംഗ്വേജ് ഓഫ് പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് ഇൻ ഇലക്ഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബാക്കി തോൽക്കോ എന്നുള്ള പേടിയോ ജയിക്കോ എന്നുള്ള സന്തോഷമോ ഒന്നുമല്ല ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. മറ്റൊന്ന്, വലിയൊരു ഉത്തരവാദിത്തം കൂടി ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇത് ഈ പേരാമ്പ്ര പോലൊരു മണ്ഡലത്തെ, ഇടതുകോട്ടയായിരുന്ന ഒരു മണ്ഡലത്തെ നിലനിർത്തണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൂടി ആലോചിക്കുമോ, പേരാമ്പ്രയ്ക്ക് വേണ്ടി ഫാത്തിമ തെഹ്ലി എത്രത്തോളം മുന്നിലുണ്ടാവും? മറ്റൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നത്, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച്, ഇപ്പോൾ അത് ഏത് പാർട്ടികളാണെങ്കിലും വനിതാ പ്രാതിനിധ്യം എത്രത്തോളം കുറവാണെന്നുള്ളത് അറിയുന്നവരാണ് നമ്മൾ, അതിനുവേണ്ടി ശബ്ദിക്കുന്നവരാണ് ഫാത്തിമ തെഹ്ലിയെ പോലുള്ളവർ. അപ്പോൾ ലീഗിലാണെങ്കിൽ കൂടിയും ഇനി ഒരുപാട് യുവമുഖങ്ങൾക്ക്, വനിതാ മുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുമോ? നമുക്ക് ഇനിയും ഒരുപാട് പേരെ പ്രതീക്ഷിക്കാമോ? ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം 100%. പേരാമ്പ്രയിലുള്ള ആളുകൾ വളരെ ആവേശത്തോടെ പ്രതീക്ഷയോടെയാണ് എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും കോട്ടം പറ്റരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും അവരുടെയൊക്കെ സന്തോഷവും സ്നേഹവും ആ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള ബഹുസ്വരതയും നിലനിർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വന്നിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അതിനൊക്കെ തള്ളിക്കളഞ്ഞ ആളുകളാണ് പേരാമ്പ്രയിലുള്ളത്.
നിങ്ങൾക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ മതേതരത്വം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് പേരാമ്പ്രയിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ആളുകളെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് കുറിച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ ആ ജനങ്ങളോടൊപ്പം 100% നിൽക്കും. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു നിയമസഭാ സാമാജികയായി അവരുടെ ഇടയിൽ ജനകീയമായി അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറണം, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ സമയം അവരോട് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, തീർച്ചയായിട്ടും ഞാനൊരു വനിതയാണ്. ഒരു പൊതുരംഗത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പം അതെവിടെയാണെങ്കിലും, ഇപ്പം നമുക്കത് പിന്നെ നിങ്ങളെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, റോഷിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നമ്മൾ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അത്ര എളുപ്പമല്ല നമ്മളുടെ മാർഗങ്ങൾ. അപ്പോൾ ഒരു ആൾ മുന്നിൽ നടക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി മാർഗങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വെല്ലുവിളികളല്ല നാളത്തെ വെല്ലുവിളികളായി മാറുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ വരട്ടെ, കൂടുതൽ സ്ത്രീകൾ വരട്ടെ, ആ ഏരിയകളിലൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആളുകൾക്ക് ജനകീയമാക്കാൻ പറ്റുക, പെട്ടെന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുക, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ ഈ ചെറിയ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം എന്നെ ബോധ്യപ്പെടുത്തി തന്നത് മനുഷ്യരോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാൻ പറ്റുന്ന ആളുകൾ സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഗുണഗണങ്ങളാണ് ഉള്ളത് എങ്കിൽ സ്ത്രീകൾക്ക് അതൊരു പടി മുന്നിലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾ കടന്നു വന്നാൽ അത് സമൂഹത്തിന് ഗുണപ്രദമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏത് വിഷയത്തിലും ഒരു സ്ത്രീയുടെ അവകാശവും അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ചുറ്റുപാടുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശരി, അപ്പോൾ ഫാത്തിമ ദഹലിയ, താങ്ക് യു. ഈ നിമിഷത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും പേരാമ്പ്രയ്ക്ക് ഇനിയുള്ള 5 വർഷം കളറാവട്ടെ. നമ്മൾ കോഴിക്കോട് ഭാഷയിൽ എന്താണ് പറയാ, ഉഷാറാവ, എന്താ പറയാ, കുറച്ചുകൂടി രസകരമാവട്ടെ എന്നൊക്കെ പറയാൻ നമ്മൾ വളരെ രസകരമായി ഉഷാറാവട്ടെ. അപ്പോ നന്നായി മുന്നോട്ട് പോകാൻ ലാംഗ്വേജ് അതല്ല ഇപ്പൊ റോഷിനി അങ്ങനെയല്ല, പൊള്ളിയാണെന്നാ. നമ്മുടെ പൂക്കികളുടെ കാലമാണല്ലോ അല്ലെ, പൂക്കി ലാംഗ്വേജിലേക്ക് മാറണം. അതെ അതെ. ശരി, എന്തായാലും സന്തോഷം ഫാത്തിമ ദഹലിയ. പേരാമ്പ്ര പുള്ളിയാണ്, അതാണ് പേരാമ്പ്ര പുള്ളിയാണ്. അപ്പൊ 5 വർഷക്കാലം നമുക്ക് നോക്കാം. നമ്മൾ മാധ്യമങ്ങളും കൂടെ ഉണ്ടാകും, എല്ലാ MLA മാർക്കൊപ്പവും നമ്മൾ. അതുകൊണ്ടാണ് ഈ മണിക്കൂറിൽ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിങ്ങളോടൊക്കെ സംസാരിച്ചത്. ശരി, എന്തായാലും നമുക്ക് കാണാം.